ഓഡ് സൈക്കിൾ അല്ലാത്തൊരു കണക്റ്റഡ് ഗ്രാഫ് എടുത്തോളൂ. എന്നിട്ട് അതിന് ഞാൻ ഐ ജെ എന്ന് പറയുന്ന 2 കളർ വെച്ച് ആ ഗ്രാഫിനെ മുഴുവൻ അങ്ങ് കളർ ചെയ്യാം. അപ്പോൾ ആ ഗ്രാഫിൽ ആകെ 2 കളറുള്ളൂ. എന്നിട്ട് ഞാനതിൽ ഡിഗ്രി 2 2വിനേക്കാളും കൂടുതലുള്ള വേർട്ടിസസുകളെ നോക്കുമ്പോൾ അതിൽ ഐയും ഉണ്ടാവും ജെയും ഉണ്ടാവും. ഈ എഡ്ജുകൾ ഈ വേർട്ടക്സുകളിലേക്ക് മീറ്റ് ചെയ്യുന്ന ഈ എഡ്ജുകളിൽ ഐയും ഉണ്ടാവും ജെയും ഉണ്ടാവും. ഡിഗ്രി 2 ഏത് വേർട്ടിസസിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം പോസിബിളാണ്. ഡിഗ്രി 2 അതിനേക്കാളും കൂടുതലുള്ള ഏത് വേർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് റെപ്രസെൻ്റ് എഡ്ജുകളിൽ ആരുണ്ടാവും ഐയും ജെയും ഉണ്ടാവും. എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായാലും ട്രിവിയൽ അല്ലല്ലോ. കാരണം എന്താ, നമ്മൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ആയിട്ടുള്ള ഒരു വേർട്ടിസസെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യം പറയേണ്ടത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊരു നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫ് യൂളേറിയൻ ആവാം, നോൺ യൂളേറിയൻ ആവാം. ഇനി നോൺ യൂളേറിയൻ ആണെങ്കിൽ നമ്മളതിലേക്ക് ഒരു V0 എന്ന് പറഞ്ഞൊരു എഡ്ജസിനെ ഒരു വേർട്ടക്സിനെ നമ്മൾ അധികം ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഇതിലെ ഓടായിട്ട് കിടക്കുന്ന ഡിഗ്രിയിലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ എഡ്ജിനും ഈ V0ലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിലുള്ള എല്ലാ എഡ്ജസും എന്തായി, ഈ എല്ലാ വേർട്ടീസസും ഈവണായി. അങ്ങനെ എല്ലാ വേർട്ടീസസും ഈവണായി കഴിഞ്ഞാൽ ഇതെന്തായി, യൂളേറിയൻ ആയല്ലോ. അപ്പോൾ ഓഡ് ഡിഗ്രിയുള്ള വേർട്ടിസസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, V0 എന്ന് പറയുന്ന വേർട്ടിസസിലേക്ക് ഓരോ എഡ്ജ് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം എല്ലാം ഈവൺ ഡിഗ്രി ആയി. അപ്പോൾ ഇത് യൂളേറിയനായി. അപ്പോൾ എന്തായി, ഈ കേസ് തന്നെ ആയി മാറി. അപ്പോൾ ഇനി യൂളേറിയൻ ആണ് നമ്മുടെ ഗ്രാഫ് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാമെന്നറിയോ, യൂളേറിയൻ ആണെങ്കിൽ അവിടെ ഈവൺ സൈക്കിളും ഉണ്ടാകും ജെ സൈക്കിളും ഉണ്ടാകും. ഈവൺ സൈക്കിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ ഗ്രാഫിനും ഇങ്ങനെ ഐ ജെ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഏത് വേർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഐ ജെനായിട്ട് ഐ കൊണ്ട് കളർ ചെയ്ത എഡ്ജസും ജെ കൊണ്ട് കളർ ചെയ്ത എഡ്ജസും അതൊന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി ഓഡ് സൈക്കിളാണെന്ന് വിചാരിക്കുക. ഓഡ് സൈക്കിളാണ് ഇതാ ഏകദേശം ഈ ഒരു ഫോമിലാണ് നമ്മുടെ സൈക്കിൾ വരിക അല്ലേ. അപ്പോൾ ഒരു V0 എന്ന് പറയുന്ന ഒരു വേർട്ടീസസ് അവിടെ ഉണ്ടാവും, മിനിമം ഡിഗ്രി അറ്റ്ലീസ്റ്റ് 4 ആയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഫസ്റ്റത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓഡ് ഡിഗ്രി അല്ലേ, ഫസ്റ്റത്തെ ഓടായിട്ടുള്ള ആ എഡ്ജ് അതിന് ഞാൻ ഐ എന്ന് കളർ ചെയ്യും. ഇനി രണ്ടാമത്തത് ഈവൺ ആയിട്ടുള്ള വേർട്ടേഴ്സ് ആണല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്യും, ജെ എന്ന് പറഞ്ഞ് കളർ ചെയ്യും. ഇനി മൂന്നാമത്തത് എന്താ, വീണ്ടും മോഡൽ, അതിന് ഞാൻ വീണ്ടും ഐ എന്ന് പറഞ്ഞ് കളർ ചെയ്യും. അങ്ങനെ എനിക്കിത് മുഴുവൻ കളർ ചെയ്തൂടെ. അങ്ങനെ മുഴുവൻ കളർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ E1ഉം E2 മാത്രമേ കളർ ഉണ്ടാവുള്ളൂ. ഈ 2 കളർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വേർട്ടീസസിനും റെപ്രസെൻ്റ് ചെയ്യും. നമുക്ക് ഏത് വേർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഐ എന്ന് പറഞ്ഞ എഡ്ജും ഉണ്ടാവും, ജെ എന്ന് പറഞ്ഞ എഡ്ജും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്.